നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ഇന്ന് രാത്രി ഫ്രാൻസ് സ്പെയിൻ സെമി പോര്. കണ്ണൂർ ഗവൺമെന്റ് കോളേജ് ആശുപത്രിയിൽ മരുന്നുകൾ വരാന്തയിൽ. റെയിൽവേയിൽ 104 കോടിയുടെ കിടക്ക മോഷണം. മൺസൂൺ സഞ്ചാര സാധ്യത തേടി സൂചിമുഖി വെള്ളച്ചാട്ടം. സർക്കാർ ആശുപത്രിയിലും ബ്യൂട്ടി പാർലർ. തിരുവനന്തപുരം മെട്രോ അന്തിമ രൂപരേഖയായി, ഉടൻ സർക്കാരിന് സമർപ്പിക്കും. ചരിത്രത്തിലാദ്യം ജയിലിൽ സ്റ്റേജും മൈക്കും കെട്ടി കാപ്പ. പ്രതിക്ക് സത്യപ്രതിജ്ഞ. സതീശൻ സർക്കാരിനെതിരെ VK സനോജ്. ഇറാനിൽ വീണ്ടും US ആക്രമണം. പശ്ചിമേഷ്യയിൽ തിരിച്ചടിച്ച് തെഹ്റാൻ യുദ്ധഭീഷണി. UDFന്റെ ജനവിരുദ്ധ അജണ്ട തുറന്നു കാട്ടുന്ന വസ്തുതകളുടെ ധവളപത്രം. സെമി പോരാട്ടങ്ങൾക്ക് ഇന്ന് രാത്രി തുടക്കം. ആദ്യ സെമിയിൽ യൂറോപ്യൻ കരുത്തരായ ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 12:30 ടെക്സിലാണ് കളി. ബുധനാഴ്ച നാളെ നിലവിലെ ജേതാക്കളായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ക്വാർട്ടറിൽ മൊറോക്കയെ 2 ഗോളിന് കീഴടക്കിയാണ് ഫ്രാൻസ് മുന്നേറിയത്. 8 ഗോളടിച്ച ക്യാപ്റ്റൻ കിലിയൻ എംബാപ്പയാണ് കുന്തമുന. തുടർച്ചയായ 3ാം ഫൈനലാണ് ലക്ഷ്യം. ഏറ്റവും മികച്ച മുന്നേറ്റ നിരയായി ദിദിയർ ദേശാം പരിശീലിപ്പിക്കുന്ന ഫ്രാൻസിനുള്ളത്. യൂറോ ചാമ്പ്യന്മാരായ സ്പെയിൻ ക്വാർട്ടറിൽ ബെൽജിയത്തിൻ്റെ കടുത്ത വെല്ലുവിളി അതിജീവിച്ചാണ് മുന്നേറിയത്. 21 ജയം. 2010 ശേഷമുള്ള ആദ്യ സെമിയാണ്. പ്രതിരോധമാണ് ടീമിൻ്റെ ശക്തി. മികച്ച മധ്യനിരയും മുതൽക്കൂട്ടാണ്. ലൂയിസ് ഡാലെ ഫ്രിയൻ്റെയാണ് പരിശീലകൻ. കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരുന്നുകൾ വരാന്തയിൽ. ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ചികിത്സയെടുത്തുന്ന പരിയാരം കണ്ണൂർ ഗവൺമെൻറ് കോളേജ് ആശുപത്രിയിൽ മരുന്നും ഫ്ലൂയിഡും സൂക്ഷിക്കുന്നത് വരാന്തയിൽ. 7ാം നിലയിൽ വരാന്തയുടെ തറ നിറയെ വിവിധ മരുന്നുകൾ കൂട്ടിയിട്ടിരിക്കുകയാണ്. ചില ഫ്ലൂയിഡുകൾ പാക്ക് ചെയ്ത് പെട്ടിയിൽ നിന്ന് പുറത്തു വീണ് കിടക്കുകയാണ്. അലക്ഷ്യമായി കൈകാര്യം ചെയ്യുമ്പോൾ നിലത്ത് വീണതാണോ എലിയോ മറ്റ് കടിച്ച് പുറത്തിട്ടതാണോ എന്ന് വ്യക്തമല്ല. മരുന്നുകൾ സൂക്ഷിച്ച പെട്ടികൾക്കിടയിൽ ഇഴജീവികളുടെ കേന്ദ്രമാണെന്നും പരാതിയുണ്ട്. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭീഷണിയാണിത്. രോഗികളെ സ്ട്രെച്ചറിലും വീൽചെയറിലും കൊണ്ടുപോകാൻ തടസ്സമുണ്ടാകുന്നുണ്ട് കൂട്ടിയിട്ട മരുന്ന് പെട്ടികൾ. നൃത്ത മത്സരം 3ാം ക്ലസ്റ്ററിന് അപേക്ഷിക്കാം. കണ്ണൂർ ഹാപ്പിനെസ് ഫൗണ്ടേഷനും APJ അബ്ദുൽ കലാം ലൈബ്രറിയും സംഘടിപ്പിക്കുന്ന ഡാൻസ് ഫെസ്റ്റിവലിൻ്റെ 3ാം ക്ലസ്റ്ററിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ജൂലൈ അവസാന വാരമാണ് മത്സരം. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 40 ടീമുകൾക്കാണ് അവസരം. നൃത്ത മത്സരത്തിൽ 10, 15, 16, 25, 25 മുകളിൽ പ്രായം എന്നീ കാറ്റഗറിയിലാണ് മത്സരം. സിംഗിൾ ഇനത്തിൽ ഭരതനാട്യം, മോഹിനിയാട്ടം, കേരള നടനം, നാടോടി നൃത്തം, കുച്ചിപ്പുടി, സിനിമാറ്റിക് ഡാൻസ് എന്നിവയിലും, ഗ്രൂപ്പ് ഇനത്തിൽ സംഘനൃത്തം, തിരുവാതിര, ഒപ്പന, കൈകൊട്ടിക്കളി, നാടൻപാട്ട്, ഗാനസദസ്, കോൽക്കളി എന്നിവയിലും മത്സരം. 2 ലക്ഷത്തോളം രൂപയുടെ സമ്മാനങ്ങൾ വിവിധ വിഭാഗങ്ങളിൽ നൽകും. കരോക്കെ ഗാലാപന മത്സരവും നടക്കും. സിംഗിൾ ഇനത്തിലും ഗ്രൂപ്പ് ഇനത്തിലും മത്സരം ഉണ്ടാകും. ഇതിനു പുറമെ മികച്ച ഡാൻസ് സ്കൂളുകൾക്കും മികച്ച അധ്യാപകർക്കും പുരസ്കാരവും നൽകും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 944 73 72 316, 944 694 76 93 നമ്പറുകളിൽ രജിസ്റ്റർ ചെയ്യാം. കണ്ണൂർ കാൾടെക്സ് വലിയ ഉളുപ്പ് റോഡിലെ ലൈബ്രറിയിലും പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഡാൻസ് സ്കൂളുകളുടെ ചരിത്രം തയ്യാറാക്കുന്നുണ്ട്. കണ്ണൂരിൽ വൻ ഡാൻസ് ഫെസ്റ്റിവൽ ജൂലൈ അവസാന വാരം നടക്കുന്നു. വിവിധ ഇനങ്ങളിൽ മത്സരിക്കാം. 2 ലക്ഷത്തിന്റെ സമ്മാനങ്ങൾ. ഉടൻ രജിസ്റ്റർ ചെയ്യൂ. വിളിക്കുക 944737. ഇറാനിൽ വീണ്ടും US ആക്രമണം. പശ്ചിമേഷ്യൻ തിരിച്ചടിച്ച് തെഹ്റാൻ യുദ്ധഭീഷണി. ഇറാനിലെ വിവിധ സൈനിക കേന്ദ്രങ്ങളിൽ US വീണ്ടും ആക്രമണം നടത്തിയതിന് പിന്നാലെ പശ്ചിമേഷ്യൻ വ്യാപകമായി തിരിച്ചടിച്ച് തെഹ്റാൻ. ബഹ്റൈൻ, ജോർദാൻ, ഹോർമൂസ് കടലിടുക്കിലെ സഞ്ചരിച്ച 3 ചരക്കു കപ്പലുകൾ എന്നിവയാണ് ഇറാന്റെ ആക്രമണത്തിന് ഇരയായത്. ഇതോടെ സംഘർഷം താൽക്കാലികമായി നിർത്താനുള്ള ഇടക്കാല ധാരണ തകർച്ചയുടെ വക്കിലെത്തി. ഇറാന്റെ തീരപ്രതിരോധ സംവിധാനങ്ങൾ, മിസൈൽ ഡ്രോൺ യന്ത്രങ്ങൾ, കടൽസേനാ സംവിധാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ആക്രമണം സ്ഥിരീകരിച്ച ഇറാൻ നാശനഷ്ടങ്ങളോ വാളപായമോ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. US ആക്രമണത്തിന് പിന്നാലെ ഇറാൻ ബഹ്റൈനിലും ജോർദാനിലേക്കും മിസൈലുകൾ തൊടുത്തു. ഇറാനിൽ നിന്നെത്തിയ 4 മിസൈലുകൾ തകർത്തതായി ജോർദാൻ സൈന്യം അറിയിച്ചു. US നാവികസേനയുടെ 5ാം കപ്പൽ പടയുടെ ആസ്ഥാനമായ ബഹ്റൈനിൽ 3 തവണ മിസൈൽ മുന്നറിയിപ്പ് മുഴങ്ങി. ഹോർമൂസിലൂടെ സഞ്ചരിച്ച 3 കപ്പലുകളുടെയും ഇറാൻ ആക്രമിച്ചു. UAEയുമായി ബന്ധമുള്ള മൊംബാസ, അൽ ബഹിയ എന്നീ കപ്പലുകളിലെ ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഒമാൻ തീരത്തു സമീപം സ്റ്റോൾഡ് മാഗ്നീഷ്യം എന്ന കപ്പലിലും ആക്രമണമുണ്ടായി.
തീപിടുത്തമുണ്ടായെങ്കിലും ജീവനക്കാർ സുരക്ഷിതരാണെന്ന് കപ്പൽ കമ്പനി അറിയിച്ചു. ഇറാന്റെ തുറമുഖങ്ങൾ വീണ്ടും ഉപരോധിക്കുമെന്നും ഹോർമൂസിലൂടെ സുരക്ഷിതമായി കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്നും ചരക്കിന്റെ മൂല്യത്തിന്റെ 20% വരെ ഈടാക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ ഉപരോധം പുനഃസ്ഥാപിക്കുമെന്നാണ് US അറിയിച്ചത്. ലോകത്ത് വ്യാപാരം ചെയ്യുന്ന അസംസ്കൃത എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും 1/5 ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് കടന്നുപോകുന്നത്. സംഘർഷം വീണ്ടും രൂക്ഷമായതോടെ ബ്രന്റ് ക്രൂഡ് വില ബാരലിന് $87 മുകളിലെത്തി. ബഹ്റൈൻ, കുവൈത്ത്, ഖത്തർ, UAE, ഒമാൻ ഉൾക്കടൽ എന്നിവിടങ്ങളിലെ വ്യോമപാത ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി വിമാന കമ്പനികൾക്ക് മുന്നറിയിപ്പ് നൽകി. മിസൈലുകൾ, ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ യാത്രാ വിമാനങ്ങൾക്ക് വലിയ അപകട സാധ്യതയുണ്ടെന്ന് ഏജൻസി അറിയിച്ചു. സംഘർഷം സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുന്നത് തടയാൻ പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ മധ്യസ്ഥ ശ്രമം തുടരുകയാണ്. USനെയും ഇറാനെയും വീണ്ടും രാജ്യങ്ങളെ എത്തിക്കാൻ മേഖലാ രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അടിയന്തര നയതന്ത്ര പരിഹാരം ഉണ്ടായില്ലെങ്കിൽ യുദ്ധം കൂടുതൽ വ്യാപിക്കുമെന്നും ആശങ്ക. KT ജലീലിനെതിരെ രാഷ്ട്രീയ വേട്ടയാടൽ അനുവദിക്കില്ല CPM. പൊതുവേദിയിൽ കുട്ടികളെ അപമാനിച്ചുവെന്ന പേരിൽ KT ജലീലിനെതിരെ മുസ്ലിം ലീഗും MSFും നടത്തുന്ന വസ്തുതാവിരുദ്ധമായ പ്രചരണങ്ങളെ ചെറുക്കുമെന്ന് CPIM മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ്. ജലീലിനെ ഒറ്റപ്പെടുത്തി രാഷ്ട്രീയമായി വേട്ടയാടാനുള്ള നീക്കങ്ങളെ KT ജലീലിനൊപ്പം നിന്ന് രാഷ്ട്രീയമായി നേരിടുമെന്ന് ജില്ലാ സെക്രട്ടറി പ്രസ്താവനയോടെ വ്യക്തമാക്കി. മുസ്ലിം ലീഗിൽ നിന്നും പുറത്തു വന്നത് മുതൽ ജലീലിനെതിരെ അവർ നിരന്തരമായ കടന്നാക്രമണങ്ങളാണ് നടത്തുന്നത്. എന്നാൽ അത്തരം വ്യാജ പ്രചരണങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ പൊളിയുന്നതിന്റെ ജാള്യത മറയ്ക്കാനാണ് അപ്പോൾ പുതിയ കഥകൾ മേനി നിൽക്കുന്നത്. ഈ സംഭവത്തിലും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് ലീഗിന്റെ ശ്രമം. കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് നഗരസഭയിലെ വാർഡ് വിജയോത്സവം KT ജലീൽ ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയാണ് വിവാദത്തിനാസ്പദമായ സംഭവം നടന്നത്. ചടങ്ങിൽ പങ്കെടുത്ത ഒരു കുട്ടിയോട് വിലാസം തെറ്റിച്ച് എഴുതിയത് ചൂണ്ടിക്കാണിച്ച് തമാശ രൂപേണ സംസാരിക്കുകയും കുട്ടിയുടെ ചെവിയിൽ സ്നേഹത്തോടെ പിടിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ വീഡിയോ ദുരുപയോഗം ചെയ്തത് MSFും ലീഗും ചെയ്താണ് വിവാദങ്ങൾ തുടക്കമിട്ടത്. തുടർന്ന് ജലീലിനെതിരെ കേസെടുക്കണമെന്ന ആവശ്യവുമായി MSF രംഗത്തെത്തുകയും ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുകയും ചെയ്തിരുന്നു. കുട്ടികൾക്ക് തെറ്റുകൾ സംഭവിച്ചാൽ അത് സ്നേഹത്തോടെ തിരുത്തി നൽകുക എന്നത് മുതിർന്നവരുടെ അധ്യാപകരുടെ ചുമതലയാണെന്നും ജലീൽ കൂട്ടിച്ചേർത്തു. ലിറ്റിൽ കൈറ്റ്സ് അവാർഡ് തലശ്ശേരി സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂൾ ജില്ലയിൽ ഒന്നാമത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകളുടെ 2026 ജില്ലാതല അവാർഡുകൾ പ്രഖ്യാപിച്ചു. സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂൾ തലശ്ശേരി ജില്ലാ തലത്തിൽ 1ാം സ്ഥാനം നേടി. തളിപ്പറമ്പ് മൂത്തേടത്ത് ഹൈസ്കൂൾ, മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. ഉപജില്ലാ തലത്തിലെ മികച്ച വിദ്യാലയങ്ങളായി ചമ്പാട് ചോതാവൂർ ഹൈസ്കൂൾ, കൊടിയാൻമല മേരി ക്യൂൻസ് ഹൈസ്കൂൾ, കൊട്ടിയൂർ IJM ഹയർ സെക്കൻഡറി സ്കൂൾ, മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, പെരളശ്ശേരി AKGS ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കൊട്ടില ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ശിവരപുരം ഹൈസ്കൂൾ, പാപ്പിനിശ്ശേരി EMS സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, പയ്യന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ, മമ്പറം ഹയർ സെക്കൻഡറി സ്കൂൾ, ചേർക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, തളിപ്പറമ്പ് സർ സെയ്ദ് ഹൈസ്കൂൾ എന്നിവ തെരഞ്ഞെടുക്കപ്പെട്ടു. AI ലിറ്ററസി, റോബോട്ടിക്സ് പരിശീലനം, ഡിജിറ്റൽ ഇൻക്യൂഷൻ, സ്കൂളുകളുടെ സാമൂഹ്യ ഇടപെടലുകളും തുടങ്ങിയ വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം കേരള നിയമസഭാ സമുച്ചയത്തിലെ R ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വെച്ച് നടന്ന അവാർഡ് വിതരണ ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി AN ഷംസുദ്ദീൻ ചില വിജയികൾക്കുള്ള അവാർഡ് വിതരണം നടത്തി. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. പൊതുവിദ്യാഭ്യാസ സ്പെഷ്യൽ സെക്രട്ടറി ഡോക്ടർ D സജിത് ബാബു, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, കൈറ്റ് CEO അൻവർ സാദ് തുടങ്ങിയവർ പങ്കെടുത്തു. മൺസൂൺ സഞ്ചാര സാധ്യത തേടി സൂചിമുഖി വെള്ളച്ചാട്ടം. അയ്യൻകുന്നിൽ മഴക്കാല വിനോദസഞ്ചാരത്തിനുള്ള സാധ്യതകൾ തുറന്നിടുകയാണ് മലയോര ഗ്രാമമായ വള്ളത്തോടിലെ സൂചിമുഖി വെള്ളച്ചാട്ടം. പശ്ചിമഘട്ട മലനിരകളിലെ നിബിഡ വനത്തിൽ നിന്നും ചെരിവുകളിലൂടെ നിരവധി നീരുറവകൾ കൂടിച്ചേർന്നാണ് പാറക്കെട്ടുകൾക്കിടയിലൂടെ സൂചിമുഖി ഒഴുകിയിറങ്ങുന്നത്. കേരളത്തിന്റെയും കർണാടകത്തിന്റെയും അതിർത്തി വനമേഖലയിലൂടെ ഒഴുകി വരുന്ന നീരുറവകൾ ആദ്യം ഉരുളിമുഖിയായും പിന്നാലെ നയനാമുഖിയായും അവസാനം സൂചിമുഖിയുമായാണ് മനോഹരമായ കാഴ്ച തീർക്കുന്നത്. അയ്യൻകുന്ന് പഞ്ചായത്തിലെ പ്രധാന ടൗണായ കരിക്കോട്ടക്കരിയിൽ നിന്നും 6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വാളത്തോട് മലയുടെ അടിവാരത്തെത്തും.
ഇവിടത്തെക്കാളും പ്രധാന റോഡിൽ നിന്നും 500 മീറ്റർ നടന്നാൽ സൂചിമുഖി വെള്ളച്ചാട്ടത്തിന് അടുത്തെത്താം. കുത്തനെ കിടക്കുന്ന മലയുടെ ചെരുവിലൂടെ നടന്നു കയറിയാൽ ഇവിടേക്ക് എത്താം. ഏതാനും വർഷം മുമ്പാണ് സൂചിമുഖിയുടെ വശ്യത പുറം ലോകം അറിഞ്ഞു തുടങ്ങുന്നത്. പ്രദേശവാസിയായ ഒരാൾ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് സൂചിമുഖി ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത്. മൺസൂണിന്റെ ആരംഭത്തിൽ തന്നെ ഒഴുകിയെത്തുന്ന വെള്ളം പാറക്കെട്ടുകൾ കടന്ന് ചിതറിത്തെറിക്കുന്ന കാഴ്ച മനം കുളിർപ്പിക്കും. 5 മാസത്തോളം ഏറിയും കുറഞ്ഞും വെള്ളച്ചാട്ടമുണ്ടാകും. വനത്തിലെ മഴയുടെ ഏറ്റക്കുറച്ചിലുകൾക്ക് ആനുപാതികമായി വെള്ളം പൊടുന്നനെ ഉയരാനും ഉള്ള സാധ്യത അപകട ഭീഷണിയാണ്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും പഞ്ചായത്തു മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങളും മുന്നറിയിപ്പ് ബോർഡുകളും പാർക്കിംഗ് സംവിധാനങ്ങളും ഒരുക്കണം. വെള്ളച്ചാട്ടത്തെ പ്രയോജനപ്പെടുത്തി ചെറുകിട ജലവൈദ്യുത പദ്ധതികൾക്കുള്ള സാധ്യതാ പഠനം വർഷങ്ങൾക്ക് മുൻപ് നടത്തിയെങ്കിലും പിന്നീടൊന്നും ഉണ്ടായില്ല. പണം ചോദിച്ചിട്ട് രക്ഷിതാക്കൾ നൽകിയില്ല, വീടിന് തീയിട്ട 25-കാരൻ. കണ്ണൂർ ആയിക്കരയിൽ പണം ചോദിച്ചിട്ട് രക്ഷിതാക്കൾ നൽകാത്തതിനെ തുടർന്ന് സ്വന്തം വീടിന് തീയിട്ട് 25-കാരൻ. ചൊവ്വാഴ്ച പുലർച്ചെയോടെയായിരുന്നു സംഭവം. കണ്ണൂർ സ്വദേശി അഭിഷേകിനെ പോലീസ് അറസ്റ്റ് ചെയ്തതാണ് വിവരം. പലപ്പോഴും അമ്മയിൽ നിന്നും അഭിഷേക് പണം വാങ്ങിയിരുന്നുവെന്നും മകൻ ലഹരിക്കടിമയാണെന്നും മാതാപിതാക്കൾ പറയുന്നു. പണം നൽകിയില്ലെങ്കിൽ അമ്മയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്നും പിതാവ് പറഞ്ഞു. ഒരു മുറിക്കാണ് അഭിഷേക് തീയിട്ടത്. പിന്നീട് മറ്റു മുറികളിലേക്ക് തീ പടരുകയായിരുന്നു. പ്രധാന മുറി പൂർണ്ണമായും കത്തി നശിച്ചു. അഭിഷേകിന്റെ കുടുംബത്തിന് നേരെയുള്ള തുടർച്ചയായ ഭീഷണിയെ തുടർന്ന് അനുജനടക്കം മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നത്. വീടിന് തീയിട്ട ശേഷം അഭിഷേക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. വിവരമറിഞ്ഞ് അഗ്നിശമന സേന എത്തിയാണ് തീയണച്ചത്. UDFന്റെ ജനവിരുദ്ധ അജണ്ട തുറന്നുകാട്ടുന്ന വസ്തുക്കളുടെ ധവളപത്രം. സ്വകാര്യവൽക്കരണവും നവ ഉദാരീകരണ നയങ്ങളും ഒളിച്ചുകടത്താൻ ലക്ഷ്യമിട്ട UDF സർക്കാരിന്റെ ധവളപത്രവും ബജറ്റും തുറന്നുകാട്ടുന്ന വസ്തുതകളുടെ ധവളപത്രം. സർക്കാർ പുറത്തിറക്കിയ കേരളത്തിന്റെ സാമ്പത്തികാരോഗ്യം തൽസ്ഥിതി റിപ്പോർട്ട് തികഞ്ഞ അക്കാദമിക് സത്യസന്ധതയില്ലായ്മയുടെയും രാഷ്ട്രീയ ഗൂഢാലോചനകളുടെയും ഉത്തമ ഉദാഹരണമാണെന്ന് AKG പഠന ഗവേഷണ കേന്ദ്രം പ്രസിദ്ധീകരിച്ച ബദൽ ധവളപത്രത്തിൽ സമർത്ഥിക്കുന്നു. കണക്കുകൾ വളച്ചൊടിച്ചും വസ്തുതകൾ തമസ്കരിച്ചും കേരളം സാമ്പത്തിക തകർച്ചയിലാണ് വരുത്തിയിരിക്കുന്നത്. LDF ഭരണത്തിൽ കേരളം കൈവരിച്ച നേട്ടങ്ങളും സാമ്പത്തിക മുന്നേറ്റങ്ങളും സാധ്യമാക്കിയ ഘടനാപരമായ മാറ്റങ്ങളും അക്കമിട്ട് നിരത്തി UDFന്റെ പൊള്ളത്തരം പുറത്തു കൊണ്ടുവരികയാണ് ഈ ബദൽ രേഖ. നേടിയ സാമ്പത്തിക വളർച്ചയിൽ UDF ഭരണകാലം 2011-2016, LDF ഭരണകാലം 2016-2026 തമ്മിലുള്ള താരതമ്യം കേരളത്തിലെ യാഥാർത്ഥ്യം വ്യക്തമാക്കുന്നു. കോവിഡിന് ശേഷം വളർച്ചാ നിരക്ക് 11.78% വർദ്ധിപ്പിക്കാനായി. UDF കാലത്ത് സംസ്ഥാനത്തെ കാർഷിക മേഖലയിലുണ്ടായ 21.5% തകർച്ച സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ കാർഷിക മേഖലയിലെ ഏറ്റവും വലിയ വീഴ്ചയായിരുന്നു. ഇത് പൂർണ്ണമായും മറികടന്ന് കർഷക മേഖലയിൽ 7.6% വളർച്ച കൈവരിക്കാൻ LDF ഭരണകാലത്ത് സാധിച്ചു. പൊതുകടവും കടവും ബാധ്യതകളും തമ്മിലുള്ള വ്യത്യാസം മറച്ചുവെച്ചാണ് UDF വ്യാജ കണക്കുകൾ നിരത്തുന്നത്. 2026 ലഭ്യമായ അക്കൗണ്ട് ജനറലിന്റെ കണക്ക് പ്രകാരം മൊത്തം കടവും ബാധ്യതയും 4.7 ലക്ഷം കോടി രൂപയാണ്. സംസ്ഥാന GDPയുടെ 33.6% മാത്രം. ഇതിൽ വിപണി വായ്പകളും കേന്ദ്ര വായ്പകളും അടങ്ങുന്ന യഥാർത്ഥ പൊതുക്കടം 3.47 ലക്ഷം കോടി രൂപ മാത്രം. GDPയുടെ 24.3%. കേരളത്തിന് 6 ലക്ഷം കോടി രൂപയുടെ കടമുണ്ടെന്ന് UDF അവരുടെ ധവളപത്രത്തിൽ ഇത് 5 ലക്ഷം കോടിയാക്കി. സർക്കാരിന്റെ സേവന മേഖലകളെല്ലാം പൊതുമേഖലാ സ്ഥാപനങ്ങളായും സ്വകാര്യവൽക്കരിക്കുക എന്നതാണ് UDF അജണ്ട. പൊതുസേവനങ്ങൾ സ്വകാര്യവൽക്കരിക്കാൻ വിൽക്കില്ല എന്നതാണ് LDF നയം. കിഫ്ബിയെ തകർക്കുക വഴി സംസ്ഥാനത്തിന്റെ പശ്ചാത്തല വികസനം സ്തംഭിപ്പിക്കുകയാണ് UDF ലക്ഷ്യം. കിഫ്ബിക്ക് നൽകുന്ന മോട്ടോർ വാഹന നികുതിയുടെ 50% പെട്രോളിയം സെസ്സും ഭരണഘടനാ വിരുദ്ധമാണെന്ന UDF വാദം അസംബന്ധമാണ്. ഈ നികുതിയുടെ സെസ്സും ധനവിനിയോഗ ബില്ലും ഉൾപ്പെടുത്തി നിയമസഭയുടെ അംഗീകാരത്തോടെ സംസ്ഥാന സഞ്ചിത നിധിയിൽ കൊണ്ടുവന്ന ശേഷം കിഫ്ബി നിയമ ഭേദഗതി പ്രകാരമാണ് ആ സ്ഥാപനത്തിന് കൈമാറിയത്. UDF ഭരണത്തിൽ മൂലധന ചെലവ് സംസ്ഥാന GDPയുടെ 1.2% കിഫ്ബി വഴിയുള്ള ഇടപെടലുകളുടെ LDF സർക്കാർ ഇത് GDPയുടെ 22.5%, മൊത്തം ചെലവിന്റെ 12.8% ഉയർത്തി. കണ്ണൂർ സർവകലാശാലയിൽ കടന്നുകയറ്റവുമായി ചാൻസലർ. 59 ബോർഡ് ഓഫ് സ്റ്റഡീസുകളിൽ നേരിട്ട് നിയമനം. കണ്ണൂർ സർവകലാശാലയെ 59 ബോർഡ് ഓഫ് സ്റ്റഡീസുകളിലേക്ക് സിൻഡിക്കേറ്റഡ് ശുപാർശകൾ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ചാൻസലർ നേരിട്ട് നിയമനം നടത്തി. സാധാരണഗതിയിൽ സിൻഡിക്കേറ്റ് നിർദ്ദേശിക്കുന്ന ചാനലിൽ നിന്നാണ് അക്കാദമിക സമിതികൾ അംഗങ്ങളെ നിയമിക്കാറുള്ളത്. എന്നാൽ നിലവിലെ സർവകലാശാല ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും ലംഘിച്ചാണ് ചാൻസലർ ഏകപക്ഷീയമായി ഉത്തരവിറക്കിയിരുന്നത്.
സിൻഡിക്കേറ്റ് സമർപ്പിച്ച ഔദ്യോഗിക പട്ടികയിലെ പേരുകൾ വെട്ടിമാറ്റിയാണ് ചാൻസലർ സ്വന്തം നിലയിൽ പുതിയ അംഗങ്ങളെ നിശ്ചയിച്ചത്. ചാൻസലറുടെ ഈ അസാധാരണ നടപടിക്ക് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ താൽപര്യമുണ്ടെന്ന ആക്ഷേപം ശക്തമാണ്. സംഘപരിവാർ ആശയങ്ങൾ പിന്തുടരുന്നവരെയും അനുകൂലികളെയും സർവകലാശാലയുടെ അക്കാദമിക സമിതികളെയും അധ്യാപക തസ്തികകളിലും തിരികെ കയറ്റുന്നതിനുള്ള ആസൂത്രിത ശ്രമങ്ങളുടെ തുടർച്ചയാണിതെന്നും അവർ പറഞ്ഞു. റെയിൽവേയിൽ 104 കോടിയുടെ കിടക്ക മോഷണം. 4 വർഷത്തിനിടെ ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് മോഷണം പോയത് 104.51 കോടിയുടെ സാധനങ്ങൾ. 2002 ജനുവരി മുതൽ 2026 മെയ് 4 വരെ 46.54 ലക്ഷം ടവൽ, 41.13 ലക്ഷം കിടക്കവിരി, 23.59 ലക്ഷം ബ്ലാങ്കറ്റ്, 2.76 ലക്ഷം തലയണ എന്നിവയാണ് നഷ്ടമായത്. 16 റെയിൽവേ സോണിലെ 54 ഡിവിഷനിൽ നിന്നുള്ള കണക്കാണിത്. ആകെ 18 സോണും 69 ഡിവിഷനുമാണുള്ളത്. മോഷ്ടിക്കപ്പെട്ടവയിൽ 67% ബിക്കാനീർ, ജോധ്പൂർ, ജയ്പൂർ, റാഞ്ചി, ഡൽഹി, മുംബൈ, അഹമ്മദാബാദ്, സോൻപൂർ, ദാനാപൂർ, ബിലാസ്പൂർ എന്നീ ഡിവിഷനുകളാണ്. തിരുച്ചിറപ്പള്ളി, പാലക്കാട് ഡിവിഷനുകളിൽ മോഷണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചിലയിടങ്ങളിൽ മോഷണം പോയവരുടെ പണം കോച്ച് അറ്റൻഡർമാരിൽ നിന്ന് പ്രതിമാസം ഈടാക്കുന്നുണ്ട്. തുച്ഛ വരുമാനക്കാരായ അറ്റൻഡർമാരെ ഇത് പ്രതികൂലമായി ബാധിക്കുകയാണ്. തിരുവനന്തപുരം മെട്രോ അന്തിമ രൂപരേഖയായി ഉടൻ സർക്കാരിന് സമർപ്പിക്കും. മെട്രോ റെയിലിൻ്റെ വിശദ പദ്ധതി രൂപരേഖ ഉടൻ സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കും. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ സമർപ്പിച്ച രൂപരേഖ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൻ്റെ KMRL നേതൃത്വത്തിൽ പരിശോധിക്കുകയാണ്. ഉടൻ സർക്കാരിന് സമർപ്പിക്കുമെന്ന് KMRL മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. 31 കിലോമീറ്റർ വരുന്നതാണ് റൂട്ട്. പപ്പനംകോട് നിന്നാണ് തുടക്കം. കിള്ളിപ്പാലം, തമ്പാനൂർ, സെക്രട്ടേറിയറ്റ്, പാളയ, പട്ടം, മെഡിക്കൽ കോളേജ്, ഉള്ളൂർ, കാര്യവട്ടം, കഴക്കൂട്ടം, ടെക്നോ പാർക്ക്, ആക്കുളം, ചാക്കവഴി, ഈഞ്ചക്കലെത്തും. ടെക്നോ പാർക്ക് വിമാനത്താവളം, തമ്പാനൂർ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, സെക്രട്ടേറിയറ്റ്, മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളെ ബന്ധിപ്പിക്കുന്ന അലൈൻമെൻറ്റാണിത്. ടാറിംഗ്. മേലച്ചുവ ജംഗ്ഷനിൽ രാത്രി ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. ടാറിംഗ് പ്രവൃത്തി നടക്കുന്നതിനാൽ മേലച്ചുവ ജംഗ്ഷനിൽ ജൂലൈ 15, 16 തീയതികളിൽ രാത്രി 9-നും പിറ്റേന്ന് രാവിലെ 7 മണിക്കും ഇടയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഈ സമയം ഒരു ദിശയിൽ കൂടി മാത്രമേ വാഹനങ്ങൾ കടത്തി വിടുകയുള്ളൂ എന്ന് അധികൃതർ അറിയിച്ചു. ചരിത്രത്തിലാദ്യം ജയിലിൽ സ്റ്റേജും മൈക്കും കെട്ടി കാപ്പ പ്രതിക്ക് സത്യപ്രതിജ്ഞ. സതീശൻ സർക്കാരിനെതിരെ VK സനോജ്. 3 തവണ കാപ്പ ചുമത്തപ്പെട്ട BJP കൗൺസിലർ സുഗതൻ്റെ ജയിലിലെ സത്യപ്രതിജ്ഞക്കെതിരെ രൂക്ഷ വിമർശനവുമായി DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്. ക്രിമിനൽ കേസ് പ്രതിയായ BJP കൗൺസിലർക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ ജയിലിനുള്ളിൽ സകല സൗകര്യങ്ങളും ഒരുക്കി നൽകിയത് UDFൻ്റെ സതീശൻ സർക്കാരാണെന്ന് സനോജ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജയിലിനുള്ളിൽ വലിയ സ്റ്റേജ് കെട്ടി അലങ്കരിച്ച് പ്രസംഗ പീഠവും മൈക്കും അടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി പോലീസ് കാവലിൽ ഒരു കാപ്പ കേസ് പ്രതിക്ക് തിരുവനന്തപുരം മേയർ സത്യപ്രതിജ്ഞ ചൊല്ലി കൊടുക്കുന്നത്. വധശ്രമം, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, വീട് കയറി സ്ത്രീകളെ ആക്രമിക്കൽ, വാഹനം കത്തിക്കൽ തുടങ്ങി നിരവധി ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ വ്യക്തിക്കാണ് സർക്കാർ ഈ രാജകീയ സൗകര്യങ്ങൾ ഒരുക്കി നൽകിയത് എന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ ആശുപത്രിയിലും ബ്യൂട്ടി പാർലർ. സൗന്ദര്യ സംരക്ഷണം കണ്ടമാനം കാശ് പൊടിയുന്ന ഇടപാടാണ്. ഒരു ഫേഷ്യലിന് പോലും 3000-ഓ 4000-ഓ കിശയിൽ നിന്ന് പോകും. തലമുടി തൊട്ടാൽ അതിലുമധികം കാശ് തീരും. സ്ത്രീകളിൽ പലരും സൗന്ദര്യത്തെ അതിൻ്റെ പാട്ടിന് വിടുന്നത് പണ ചെലവ് ഓർത്താണ്. മുടി കൊഴിച്ചിലോ മുഖക്കുരുവോ മുഖത്തെ പാടുകളോ ചികിത്സിക്കാൻ കാശ് മാത്രമല്ല പ്രശ്നം. പലയിടത്തെയും ഏർപ്പാടുകൾ ശാസ്ത്രീയമാണെന്ന് ഒരു ഉറപ്പുമില്ല. ഇവർക്കെല്ലാം ധൈര്യമായി വരാവുന്ന ഇടമുണ്ട്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് കീഴിൽ താണയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിലെ നവീകരിച്ച കോസ്മെറ്റിക് ക്ലിനിക്. ഹൈടെക് ആശുപത്രികളെ വെല്ലുന്ന സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സംസ്ഥാനത്തെ സർക്കാർ തലത്തിലെ ആദ്യ ആയുർവേദ കോസ്മെറ്റിക് ക്ലിനിക്കാണിത്. 2016 തുടങ്ങിയ ക്ലിനിക്കിൻ്റെ സേവനം 500,000-ലധികം പേർ പ്രയോജനപ്പെടുത്തി. ജില്ലാ പഞ്ചായത്ത് പണം മുടക്കി നവീകരിച്ച കോസ്മെറ്റിക് ക്ലിനിക് ജൂൺ 19-നാണ് തുറന്നത്. സ്വകാര്യ സ്ഥാപനങ്ങളുടെ പാതിയോ 4/1 പണച്ചെലവിലാണ് സേവനങ്ങൾ. ഫേഷ്യലിന് 300 മുതൽ 1000 രൂപ വരെയും ഹെയർ ട്രീറ്റ്മെൻറ്റുകൾക്ക് 400 മുതൽ 1000 വരെയാണ് നിരക്ക്. 1000 രൂപയുടെ OP ടിക്കറ്റിന് 4 വട്ടം
100 രൂപയുടെ OP ടിക്കറ്റിന് 4 വട്ടം ക്ലിനിക്കിലെത്താം. രക്തം പരിശോധിച്ചാണ് പലപ്പോഴും ചികിത്സ തീരുമാനിക്കുക. അകാലനര, താരൻ, അരിമ്പാറ തുടങ്ങിയവയ്ക്കെല്ലാം ചികിത്സയുണ്ട്. വിവാഹിതരാകാൻ പോകുന്നവർക്ക് ബ്രൈഡൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. മണവാട്ടിയെ അടിപൊളിയായി ഒരുക്കിയെടുക്കാൻ 6 മാസമെങ്കിലും മുൻപേ ക്ലിനിക്കിലെത്തണം. 27 ദിവസം സേവനം. ഞായറാഴ്ചകളിൽ ഉൾപ്പെടെ രാവിലെ 9 മുതൽ 1 വരെയാണ്. OP, പെഡിക്യൂർ, മാനിക്യൂർ പോലുള്ള അപൂർവ സേവനങ്ങൾക്ക് ബുക്കിംഗ് വേണം. റോസ് ഫേഷ്യൽ, ഞവര ഫേഷ്യൽ, കുങ്കുമാതി തൈലം ഫേഷ്യൽ, മെഡി ഫേഷ്യൽ, നോർമൽ ഫേഷ്യൽ, ബ്രൂട്ട് ഫേഷ്യൽ, വെജ് ഫേഷ്യൽ, ഗാൽവാനിക് ഫേഷ്യൽ, വെജിറ്റബിൾ ഫേഷ്യൽ എന്നിങ്ങനെ പലതരമുണ്ട് ഫേഷ്യലുകൾ. ഹെന്ന, ഹെയർ സ്പാ, ഹൈ ഫ്രീക്വൻസി ട്രീറ്റ്മെൻറ്റ് എന്നിവയുമുണ്ട്. മുടി കൊഴിച്ചിൽ തടയാനും പുതിയ മുടി വളരാനുള്ളത് ബ്ലീച്ച് ചികിത്സയ്ക്കും ധാരാളം പേരെത്തുന്നു. മുടി കൊഴിച്ചിലിന് ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റും ലഭ്യമാണ്. LED തെറാപ്പിക്കുള്ള ആധുനിക മെഷീനുകൾ ആശുപത്രിയിലുണ്ട്. നസീറ, അബ്ദുൽ ഹമീദ്, ശാരീരിക ശശീന്ദ്രൻ എന്നിവരാണ് ഡോക്ടർമാർ. പുരുഷന്മാരുടെ കോസ്മെറ്റിക് ക്ലിനിക്കും ആഗസ്റ്റിൽ പ്രവർത്തനം തുടങ്ങും. നിലവിൽ OP സേവനങ്ങൾ മാത്രമാണ് പുരുഷന്മാർക്കുള്ളത്. ജില്ലയിലെ ആയുർവേദ ആശുപത്രികളിൽ നിന്ന് റെഫർ ചെയ്ത് ഇവിടേക്ക് ധാരാളം ആളുകൾ എത്തുന്നു. ദിവസേന ശരാശരി 30 പേർ ക്ലിനിക്കിലെത്തുന്നു. ചില ദിവസങ്ങൾ 50 വരെയാകാം. സാധാരണ ബ്യൂട്ടി പാർലർ സേവനങ്ങൾ ഉൾപ്പെടെ ഡോക്ടറുടെ മേൽനോട്ടത്തിൽ നടത്താം. നിരക്കുകൾ സ്വകാര്യ ക്ലിനിക്കുകളിലും പാർലറുകളിലും 1200 രൂപ വരെയുള്ള ഫ്രൂട്ട് ഫേഷ്യലിന് 600 രൂപയാണ് നിരക്ക്. 1500 രൂപയുള്ള ഗാൽവനിക് ഫേഷ്യലിന് 750 രൂപ, റോസ് ഫേഷ്യൽ 700, വെജിറ്റബിൾ ഫേഷ്യൽ 900, കുങ്കുമാതി തൈലം ഫേഷ്യൽ 1000, ഞവര ഫേഷ്യൽ 950 എന്നിങ്ങനെയാണ് നിരക്ക്. ഹെന്ന 550, ഹെയർ സ്പാ 850, ഹൈ ഫ്രീക്വൻസി ട്രീറ്റ്മെൻറ്റ് 450 എന്നിങ്ങനെയാണ് ഈടാക്കുന്നത്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.